ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ഏവർക്കും പ്രിയപ്പെട്ട വെറൈറ്റി ആയ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. പപ്പായ സേമിയ പായസം. നമുക്ക് ഇതിന്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസുകൾ പരിചയപ്പെടാം. അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ഉണക്കമുന്തിരി ആവശ്യത്തിന്, നെയ്യ് ആവശ്യത്തിന്, വെർമിസെലി പായസം മിക്സ് 1 പാക്കറ്റ്, തേങ്ങാപ്പാൽ ആവശ്യത്തിന്, പപ്പായ ജ്യൂസ് ആവശ്യത്തിന്. നമുക്ക് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കടന്നാലോ. ആദ്യം ഉരുളി അടുപ്പിൽ വെച്ച് അത് ചൂടാക്കാം. ചൂടായ ഉരുളിയിൽ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയിട്ട് നല്ല പോലെ 2 മിനിറ്റ് ഇളക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മറ്റൊരു പാത്രത്തിൽ മാറ്റി വെക്കാം. അതിനുശേഷം വെർമിസെലി പായസം മിക്സ് ഉരുളിയിലിട്ട് നല്ല പോലെ ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം പപ്പായ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് അതും ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഉരുളിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. തുടർന്ന് നേരത്തെ മാറ്റിവെച്ച വറുത്തുകോരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുക. ഇതോടെ സ്പെഷ്യൽ പപ്പായ പായസം റെഡി. ഇത് നമ്മൾ റെഡിയാക്കുമ്പോൾ നെയ്യ് കൂടാതെ നോക്കണം കേട്ടോ. വളരെ ഈസി ആയി റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് വൈകുന്നേരത്തെ സ്നാക്കായിട്ടും സദ്യയുടെ കൂടെ കഴിക്കാനും പറ്റുന്ന ഒരു വിഭവവുമാണ്. സേമിയ പായസം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് പുതിയതും വ്യത്യസ്തവുമായ ഒരു രുചിയായിരിക്കും സമ്മാനിക്കുക. ഇത് സ്പെഷ്യൽ ഒക്കേഷൻസിന് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന രുചിയുള്ള വിഭവം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.